സ്വർഗ സന്തോഷിക്കുന്ന പകല കർത്താവെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ ആൻറ്റി അവിടെ നിന്നാണ് ഒരു വാക്ക് നിലത്തുറപ്പിച്ചല്ല കാലം മോളൊരു വാക്ക് ഞങ്ങളുടെ പരപ്രേരണയല്ല കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി അവൻ്റെ വചനപ്രകാരം ദൈവസന്നിധിയിൽ ഭൂമിയിൽ ഉള്ള കാലത്തോടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ സമൂഹ മധ്യയിൽ തുടർന്നുള്ള കാര്യത്തിനും വേണ്ടി എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിനും ബാക്കി എല്ലാത്തിനും വേണ്ടി ഒരു വാക്ക് സാക്ഷ്യം എന്താ കൃത്യമായിട്ട് ജനവും കേൾക്കണം, സ്വർഗവും കേൾക്കണം, പ്രകൃതിയും കേൾക്കണം. ആരുടെയും പരപ്രേരണയല്ല, ദൈവവചനത്തിൽ ഉറച്ച് പ്രിയ മകള് ഈ തീരുമാനമെടുക്കുന്നെന്ന് ഈ സമയം ഒരു വാക്ക് സാക്ഷ്യം പറയണം. ബാക്കി പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പോകും. ആ പറഞ്ഞാട്ടെ. മോൾ ഈ സദസ്സിനെയും സ്വർഗ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ കണ്ണിന് മുൻപിലാണ് നിൽക്കുന്നത്. കൃപാസനത്തിലെ ഊളിയക്കാരോ സ്നാനപ്പെടുത്തുന്ന ഞാനോ അല്ല. മോള് ദൈവസന്നിധിയിൽ തീരുമാനിച്ച് ഈ സ്നാനത്തിന് വേണ്ടി തയ്യാറാകുന്നു. തുടർന്ന് മോള് ഇവരോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലൊരു ക്രിസ്തീയ ജീവിതം തരുവാനും സമാധാനത്തോടെ മുന്നോട്ട് പോകാനും എൻ്റെ ഇഷ്ടപ്രകാരം ഈ ജനം അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവൻ പ്രകൃതി സമക്ഷം ഞാനൊരു വാക്ക് സാക്ഷ്യം പറയുന്നു. പ്രാർത്ഥിക്കാം. ഐക്യപ്പെടുത്താട്ട് കുഞ്ഞ്. മതി. വചനം കേട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അവൾ കർത്താവിന് വേണ്ടി ജീവിക്കാനൊരു തീരുമാനമെടുത്തു. എല്ലാ കൈകളും പൈസ കൈയൊന്നും നീട്ടിയാണ്, എല്ലാ കൈകളെയും കുഞ്ഞിനെ നീട്ടിയാണ്. അനുഗ്രഹം ഈ കുഞ്ഞിനുണ്ടാകണം. സ്വർഗസ്ഥനായ പിതാവേ, ഈ സ്നാന ശുശ്രൂഷ കണ്ടു ദൈവസന്നിധി ഈ മകൾക്കൊരു തീരുമാനമെടുക്കുക. ഇന്ന് പകൽ ഇവരുടെ സ്നാനപ്പെടുന്ന പോള ദൈവാനുഗ്രഹിക്കണം. ഈ വെള്ളത്തെ ദൈവാനുഗ്രഹിച്ച് കാണണം. സ്നാനപ്പെടുത്തുന്ന ആചാരയെ ദൈവമാക്കണം. ഞങ്ങൾ ഒരുമിച്ച് ദൈവമക്കൾ ഈ സ്നാനത്തെ കുറിച്ച് ഒരുമിച്ച് ഈ ബോളത്തെ കലർത്തി പിതാവിന്റെയും ഈ മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ തിരുസാന്റെ കൂടെ ഇരിക്കും. തുടർന്ന് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മോൾ സ്റ്റെപ്പയിലാണോ നിൽക്കുന്നത്? താഴെയാണോ? താഴെ ഇറക്കുക, താഴെ ഇറക്കുക. അവിടെ നിന്നാട്ടെ. ഞാൻ ദൈവവചനം പറയുമ്പോൾ സ്നാനപ്പെടാൻ തയ്യാറാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. പറയണം കേട്ടോ. പറയും
ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഉന്നതം വിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. ബേത്ലഹേമിൽ അവൻ ജനിച്ചു. മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30-ാമത്തെ തിരുവയസ്സിൽ മാതൃകയായി സ്നാപക യോഹന്നാനാണ് അവർ സ്നാനമേറ്റു. 33-ര തിരുവയസ്സിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും അവൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഈ മകൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ രക്ഷിക്കപ്പെടുന്ന ദൈവസഭയോട് ചെയ്തുവെന്നുള്ള കൽപ്പന അവൾ അംഗീകരിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയമോളോട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അവൻ പരമയാഗമായി. അവൻ്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ വചനത്തെ ഞാൻ അംഗീകരിച്ചു. രക്ഷയുടെ പാനപാത്രത്തിൽ പിന്തുടർന്ന് ജയകരമായൊരു ജീവിതം നയിപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ആ യേശുവിൽ പ്രിയമോള് വിശ്വസിക്കുന്നുവോ? മറുപടി, മോള് വിശ്വസിക്കുന്നുവോ? എല്ലാം സമക്ഷം നിർത്തി പ്രകൃതിയെയും അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവനെയും ഇവിടെ കാണുന്ന ഊഴിയക്കാരെയും അപ്പച്ചന്മാരെ അമ്മച്ചമാരെ സാക്ഷി നിർത്തി ഈ മകൾ ദൈവകൽപ്പന ഏറ്റെടുത്ത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സഭയോട് ചേർക്കുവാൻ അപ്പോസ്തലന്മാർ കൊടുത്ത കൽപ്പന പ്രകാരം ഈ ഉച്ചവേളയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോള ജലത്തിൽ മുക്കി സാക്ഷിക്കുന്നു. ദൈവമേ സ്തോത്രം. പ്രിയ പിതാവേ, ഒരു പരപ്രേരണയില്ലാതെ അവൾ ഈ ജലം കണ്ടു.